ഹലോ, മിസ്സസ് മല്ലു മിസ്റ്റർ കാനഡയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്ന് നയാഗ്ര വെള്ളച്ചാട്ടം കാണാൻ പോവുകയാണ്. കാനഡയിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ഞാൻ നയാഗ്ര വെള്ളച്ചാട്ടം കാണാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങളൊരു 1 ഡേ ടൂറിനാണ് ബുക്ക് ചെയ്തിരുന്നത്. അതിരാവിലെ എണീറ്റ് ഞങ്ങൾ പോകാനുള്ള തയ്യാറെടുപ്പൊക്കെ തുടങ്ങി. ടൊറോൻറ്റോയിലെ ഒരു കോഫി ഷോപ്പിന് മുന്നിലായിരുന്നു ഞങ്ങൾക്ക് ഡെസ്റ്റിനേഷൻ തന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ടൊറോൻറ്റോ സിറ്റിയിലെത്തി. അപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നത് ടൊറോൻറ്റോ മെയിൻ സിറ്റിയിലാണ്. അങ്ങനെ അവിടെ എത്തിയതിന് ശേഷം ഞങ്ങൾ കുറച്ച് നടക്കണമായിരുന്നു. അങ്ങനെ നടന്ന് ഞങ്ങൾ ആ ഷോപ്പിന് മുന്നിലെത്തി. അപ്പോൾ ഞങ്ങൾ വണ്ടി വരുന്നതിനേക്കാളും കുറച്ച് നേരത്തെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടുത്തെ കോഫി ഷോപ്പിൽ നിന്ന് കോഫിയൊക്കെ വാങ്ങിച്ച് കുടിച്ച് ഞങ്ങൾ ഞങ്ങളുടെ ബസ്സിന് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. ഞാനോർത്തു വലിയൊരു ടൂറിസ്റ്റ് ബസ് ഇപ്പം ഞങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുമെന്ന്. പക്ഷേ വീക്കെൻഡ് അല്ലാത്തത് കൊണ്ട് നയാഗ്രയിലോട്ട് പോകാൻ കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടൊരു കുട്ടി ട്രാവലറാണ് ഞങ്ങളുടെ മുന്നിൽ വന്ന് നിന്നത്. ഡ്രൈവർ തന്നെയായിരുന്നു ഞങ്ങളുടെ ഗൈഡും. അപ്പോൾ ഏതൊക്കെ സ്ഥലങ്ങളിൽ പോകുന്നു എന്നതൊക്കെ ഒരു ഇൻസ്ട്രക്ഷനൊക്കെ ആദ്യം തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പല രാജ്യങ്ങളിൽ നിന്ന് നയാഗ്ര കാണാൻ വന്നവരാണ് ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത്. നയാഗ്രയിലോട്ട് പോകുന്ന വഴിക്ക് കുറച്ച് സ്ഥലങ്ങളിൽ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് അവിടെ ടൈം സ്പെൻഡ് ചെയ്യാൻ തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആദ്യത്തെ സ്പോട്ടിലെത്തി. നയാഗ്ര ഓൺ ദി ലേക്ക് എന്ന് പറയുന്ന ഒരു ടൗണിലാണ് ഞങ്ങളെ ഡ്രൈവർ ഇറക്കി വിട്ടത്. അപ്പോൾ അവിടെ കുറച്ച് സമയം തന്നിട്ടുണ്ടായിരുന്നു. ഇത്ര സമയത്തിനുള്ളിൽ തിരിച്ചു വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് അവിടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കാനുള്ള സമയം തന്നു. ഞങ്ങൾ താമസിക്കുന്ന പ്രൊവിൻസിൻ്റെ പേര് ഒൻറ്റാരിയോ എന്നാണ്. അപ്പോൾ ഒൻറ്റാരിയോയിലെ ഏറ്റവും വലിയ കായലാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. മനോഹരമായിട്ടുള്ള കായലാണ്. നമ്മുടെ കേരളത്തിൽ നമ്മൾ എവിടെ തിരിഞ്ഞു നോക്കിയാലും കാക്കകളെ കാണുന്നത് പോലെയാണ്. സമ്മർ ടൈം ആകുമ്പോൾ നമ്മൾ എവിടെ തിരിഞ്ഞു നോക്കിയാലും ഈ ഒരു പക്ഷിയെ നമുക്ക് കാണാൻ പറ്റും. കാനഡ ഗീസ് എന്നാണ് ഈ പക്ഷിയുടെ പേര്. കായൽ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ നയാഗ്ര ഓൺ ദി ലേക്ക് എന്ന ടൗൺ ചുറ്റിക്കറങ്ങാൻ പോയി. കാനഡയിലെ ഏറ്റവും പഴക്കം ചെന്ന ഒരു ടൗണാണിത്. ഈ ഒരു ടൗൺ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊന്നാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സാധനങ്ങൾക്കെല്ലാം വളരെ വില കൂടുതലാണ്. അത് പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാലോ. പിന്നെന്താണ്, നമുക്ക് ഡ്രൈവർ തന്നിരുന്ന സമയം തീരാറായി കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്ക് ഞങ്ങളൊരു ചോക്ലേറ്റ് ഫാക്ടറി കണ്ടു. അങ്ങനെ അവിടെ ചാടി കയറി അവിടെ കുറേ വീഡിയോസൊക്കെ എടുത്തു. വെറൈറ്റി ചോക്ലേറ്റ്സ് ഉണ്ടായിരുന്നു. ഈ കാണുന്ന മേപ്പിൾ ഫ്ലേവറിലെ ചോക്ലേറ്റ് ആണ് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. അപ്പോഴത്തേക്ക് ഞങ്ങൾ വാങ്ങിച്ച ചോക്ലേറ്റ് എല്ലാം ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് നമ്മളുടെ വണ്ടി വന്നു. ഞങ്ങളെല്ലാവരും അതിൽ ചാടിക്കയറി. അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഒരു പള്ളിയും ആ പള്ളിയോട് ചേർന്നിരിക്കുന്ന ഒരു മാർക്കറ്റുമാണ്. അപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന ഈ പള്ളിക്കൊരു പ്രത്യേകതയുണ്ട്. ലോകത്തിലെ ഏറ്റവും ചെറിയ പള്ളിയാണിത്. ഏകദേശം 5-6 പേർക്ക് മാത്രം ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞു പള്ളിയാണിത്. നയാഗ്ര ഓൺ ദി ലേക്ക് എന്ന് പറയുന്ന ടൗണിലെ ഒരു മെയിൻ അട്രാക്ഷനാണ് ഈ ഒരു കുഞ്ഞു പള്ളി.
പള്ളിയോട് ചേർന്നിരിക്കുന്ന ഒരു കുഞ്ഞു മാർക്കറ്റാണിത്. ഒരുപാട് ഫ്രഷ് വെജിറ്റബിളും ഫ്രൂട്ട്സൊക്കെ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങാൻ പറ്റും. ഒരുപാട് ഓർഗാനിക് പ്രോഡക്ട്സ് ഇവിടെ അവൈലബിൾ ആണ്. ഹണിയും മേപ്പിൾ സിറപ്പൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. നാടൻ കോഴീൻ്റെ മുട്ട വരെ ഈ ഒരു മാർക്കറ്റിൽ കിട്ടും. ഈ കപ്പലിൻ്റെ മിഠായും എള്ളുമിഠായൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇവൻ സ്വദേശിയാണെന്ന്. പക്ഷേ ഇവൻ വിദേശിയായിരുന്നു. ഇൻഗ്രീഡിയൻസ് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇത് കനേഡിയൻ വെർഷനാണ്. കനേഡിയൻ കപ്പലിൻ്റെ മിഠായും എള്ളുമിഠായൊക്കെയാണ്. അപ്പോൾ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ നയാഗ്ര വെള്ളച്ചാട്ടം കാണാൻ പോവുകയാണ്. നയാഗ്ര വെള്ളച്ചാട്ടവും അതിൻ്റെ വിശേഷങ്ങളൊക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നതാണ്. ഈ വീഡിയോയിൽ ഞാൻ അത് ഉൾപ്പെടുത്തിയാൽ ഈ വീഡിയോ നീണ്ടു പോകും, നിങ്ങൾക്ക് ബോറടിക്കുകയും ചെയ്യും. മാർക്കറ്റിലെ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് ഇനി നേരെ നമ്മൾ നയാഗ്ര വെള്ളച്ചാട്ടം കാണാൻ പോകുകയാണെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ അല്ല, അതിന് മുന്നേ ഒരു വ്യൂ പോയിൻറ്റിൻ്റെ അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കാനഡയിൽ നിന്നിട്ട് അമേരിക്ക കാണുകയാണ്. അപ്പോൾ അമേരിക്കയുടെ ഒരു ചെറിയ പോർഷൻ നമുക്ക് ഇവിടെ നിന്നിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നിട്ട് എല്ലാവരും സെൽഫീസും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്